കൂട്ടുകാരെ, എല്ലാവർക്കും നെക്സ്റ്റ് ജെൻ വിസ്ഡത്തിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് 5ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്ക് ഫസ്റ്റ് ചാപ്റ്റർ ദ വാംത്ത് ഓഫ് ലവ് എന്നതിലെ ദ കിസ്സിംഗ് ഹാൻഡ് എന്ന സ്റ്റോറിയാണ്. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. എങ്കിൽ മാത്രമാണ് ടീച്ചർ ഇടുന്ന ഓരോ വീഡിയോയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരികയുള്ളൂ. ഇനി നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. ദ വാംത്ത് ഓഫ് ലവ്, അതായത് സ്നേഹത്തിൻ്റെ ഊഷ്മളത. നമുക്ക് ചിത്രത്തിലൊരു പാർക്ക് കാണാം. അതിൽ കുട്ടികൾ ഓടിക്കളിക്കുന്നു, ഒരു അച്ഛനമ്മയും ഒരു കുട്ടിയെ ലാളിക്കുന്നു. അതുപോലെ ഒരു അമ്മ പക്ഷി കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുകയാണ്. അങ്ങനെ സ്നേഹത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ നമുക്ക് ഈ പാർക്കിൽ കാണാൻ സാധിക്കും. എർത്ത് ഈസ് ദ റൈറ്റ് പ്ലേസ് ഫോർ ലവ്, റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ പ്രശസ്തമായ വരികളാണ്. അതായത് സ്നേഹത്തിൻ്റെ ഏറ്റവും യഥാർത്ഥമായ ശരിയായ സ്ഥലം എന്ന് പറയുന്നത് ഭൂമി തന്നെയാണെന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത്. ഇനി നമുക്ക് ചാപ്റ്ററിലേക്ക് കിടക്കാം. ദ കിസ്സിംഗ് ഹാൻഡ്, ഇതൊരു ചെറിയൊരു സ്റ്റോറിയാണ്. നമുക്കിതിനെപ്പറ്റി നോക്കാം. അമേരിക്കൻ എഴുത്തുകാരിയായ ഓഡ്രി പെൻ 1993 എഴുതിയ പ്രശസ്തമായ ഒരു കുട്ടികളുടെ കഥാപുസ്തകമാണ് ദ കിസ്സിംഗ് ഹാൻഡ് അഥവാ ചുംബിക്കുന്ന കൈ. ഇനി ഈ കഥയിലെ പ്രധാന കഥാപാത്രങ്ങൾ ചെസ്റ്റർ റാക്കൂൺ എന്ന കൊച്ചു റാക്കൂണും അവൻ്റെ അമ്മ മിസ്സിസ് റാക്കൂണും ആണ്. റാക്കൂൺ എന്നാൽ ഒരു കാട്ടുമൃഗമാണ്. വടക്കേ അമേരിക്കയിലൊക്കെയാണ് ഇവയെ കൂടുതലായും കണ്ടുവരുന്നത്. വളരെ ബുദ്ധിയുള്ള കൗതുകമുള്ള മൃഗങ്ങളാണ് റാക്കൂണുകൾ. ഈ കഥയിൽ ആദ്യമായി സ്കൂളിൽ പോകേണ്ടി വരുന്ന ചെസ്റ്ററിന് അമ്മയെ പിരിയാൻ വലിയ പേടിയും സങ്കടവുമാണ്. അമ്മയിൽ നിന്നും അകന്നു നിൽക്കുന്നതിനെക്കുറിച്ചുള്ള ആ ഉത്കണ്ഠയും ഭയവും എങ്ങനെ മറികടക്കാം എന്നതാണ് കഥയുടെ സാരാംശം. ദ കിസ്സിംഗ് ഹാൻഡ്, ഇതാണ് കഥയുടെ ടൈറ്റിൽ. ചുംബിക്കുന്ന കൈ എന്നാണ് അർത്ഥം. കഥയിൽ ഒരു സ്പെഷ്യൽ കിസ്സിനെ പറ്റി പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ പേര് ഈ കഥയ്ക്ക് നൽകിയിരിക്കുന്നത്. ഇൻ ദി സ്റ്റോറി, എ ലിറ്റിൽ റാക്കൂൺ നെയ്മഡ് ചെസ്റ്റർ ഈസ് ഹെസിറ്റന്റ് അബൌട്ട് ഗോയിങ് ടു സ്കൂൾ. അതായത് ഈ കഥയിൽ ചെസ്റ്റർ എന്ന പേരുള്ള ഒരു കൊച്ചു റാക്കൂൺ ഉണ്ട്. അവന് സ്കൂളിൽ പോകാൻ മടിയാണ്, ഒരു തരം പേടിയാണ്. ഹെസിസ്റ്റന്റ് എന്ന് വച്ചാൽ തീരുമാനിക്കാൻ പറ്റാതെ നിൽക്കുക, അല്ലെങ്കിൽ മടിച്ചു നിൽക്കുക എന്നൊക്കെ അർത്ഥം. നൗ ലെറ്റ് us see what happens to him. ഇനി നമുക്ക് നോക്കാം അവന് എന്താണ് സംഭവിക്കുന്നത് എന്ന്. Chester Raccoon stood at the edge of the forest and cried. ചെസ്റ്റർ റാക്കൂൺ കാടിൻ്റെ അരികിൽ നിന്ന് കരഞ്ഞു. അവൻ അത്രയ്ക്ക് സങ്കടമായിരുന്നു. എന്തായിരിക്കും കരയാൻ കാരണം? I don't want to go to school, he told his mother. എനിക്ക് സ്കൂളിൽ പോകണ്ട. നിങ്ങളും പറയാറുണ്ടല്ലേ, അതുപോലെ റാക്കൂണും പറയാണ് എനിക്ക് സ്കൂളിൽ പോകണ്ട. അവൻ അവൻ്റെ അമ്മയോട് പറഞ്ഞു. I want to stay home with you. I want to play with my friends. I want to play with my toys. I want to read my books. I want to swing on my swing. Please may I stay home with you? എന്ന് ചോദിക്കുകയാണ്. എനിക്ക് നിങ്ങളുടെ കൂടെ നിൽക്കണം, വീട്ടിൽ നിൽക്കണം. എനിക്ക് കൂട്ടുകാരുടെ കൂടെ കളിക്കണം. എൻ്റെ കളിപ്പാട്ടങ്ങൾ കൊണ്ട് കളിക്കണം. എൻ്റെ പുസ്തകങ്ങൾ വായിക്കണം. എൻ്റെ ഊഞ്ഞാലിൽ ആടണം. പ്ലീസ്, നമ്മുടെ വീട്ടിൽ നിങ്ങളുടെ കൂടെ നിന്നോട്ടെ. ചെസ്റ്ററിന് അമ്മയെ വിട്ടുപോകാൻ തീരെ ഇഷ്ടമില്ല. അതുകൊണ്ടാണ് അമ്മയോട് ഇതെല്ലാം ചോദിക്കുന്നത്. മിസ് റാക്കൂൺ took Chester by the hand and nuzzled his ear. അതായത് അപ്പോൾ മിസ് റാക്കൂൺ, അതായത് ചെസ്റ്ററിൻ്റെ അമ്മ ചെസ്റ്ററിൻ്റെ കൈ പിടിച്ചു. എന്നിട്ട് അവൻ്റെ ചെവിയിൽ മൂക്ക് കൊണ്ട് സ്നേഹത്തോടെ ഉരസി. നസിൽഡ് എന്നാൽ സ്നേഹം കാണിക്കുന്ന ഒരു രീതിയാണ്. Sometimes we all have to do things we don't want to do, she told him gently. ചിലപ്പോൾ നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളും ചെയ്യേണ്ടി വരും മോനെ, അവൾ അവനോട് സൗമ്യമായി പറഞ്ഞു. Even if they seem strange and scary at first, but you will love school once you start. ആദ്യം അത് വിചിത്രമായും പേടിയുള്ളതായും തോന്നിയേക്കാം, സ്കൂളിൽ പോകുന്നത്. പക്ഷേ നീ പോയി തുടങ്ങിക്കഴിഞ്ഞാൽ നിനക്ക് സ്കൂൾ വളരെയധികം ഇഷ്ടമാകും.
യു വിൽ മേക്ക് ന്യൂ ഫ്രണ്ട്സ് ആൻഡ് പ്ലേ വിത്ത് ന്യൂ ടോയ്സ്. നിനക്ക് പുതിയ കൂട്ടുകാരെ കിട്ടും, പുതിയ കളിപ്പാട്ടങ്ങൾ കൊണ്ട് കളിക്കുകയും ചെയ്യാം. യു ക്യാൻ റീഡ് ന്യൂ ബുക്സ് ആൻഡ് സ്വിങ് ഓൺ ന്യൂ തിങ്സ്. പുതിയ പുസ്തകങ്ങൾ വായിക്കാം, പുതിയ ഊഞ്ഞാലിലാടാം. അമ്മ അവന് സ്കൂളിൻ്റെ പോസിറ്റീവ് സൈഡ്സൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. നിങ്ങളോടും നിങ്ങളുടെ അമ്മമാർ ഇതെല്ലാം പറഞ്ഞു തരാറില്ലേ? അതുപോലെ തന്നെ. ബിസൈഡ്സ് ഷീ ആഡഡ്. പിന്നെ അവൾ കൂട്ടിച്ചേർത്തു, ഐ നോ എ വണ്ടർഫുൾ സീക്രറ്റ് ദാറ്റ് വിൽ മേക്ക് യുവർ നൈറ്റ്സ് അറ്റ് സ്കൂൾ സെയിം ആസ് വാം ആൻഡ് കോസി ആസ് യുവർ ഡേയ്സ് അറ്റ് ഹോം. എനിക്ക് ഒരു അടിപൊളി രഹസ്യമറിയാം. അത് നിന്റെ സ്കൂളിലെ രാത്രികളെ വീട്ടിലെ പകലുകൾ പോലെ വാം ആൻഡ് കോസി ആക്കും. കോസി എന്നാൽ സുഖകരമായതും സുരക്ഷിതവുമായതും ആക്കും. ചെസ്റ്റർ വൈപ്ഡ് അവേ ഹിസ് ടിയേഴ്സ് ആൻഡ് ലുക്ക്ഡ് ഇൻട്രസ്റ്റഡ്. ഇത് കേട്ടപ്പോൾ ചെസ്റ്റർ കണ്ണീർ തുടച്ചു. എന്നിട്ട് ഇങ്ങനെ നോക്കി, ഇൻട്രസ്റ്റോടുകൂടി നോക്കി. സീക്രട്ട് കേട്ടപ്പോൾ അവന് കൗതുകമായി. എ സീക്രറ്റ്? വാട്ട് കൈൻഡ് ഓഫ് സീക്രട്ട്? ഒരു രഹസ്യമോ? എന്ത് തരം രഹസ്യം? എ വെരി ഓൾഡ് സീക്രറ്റ് സെഡ് മിസ് റാക്കൂൺ. വളരെ പഴയതായ ഒരു രഹസ്യം, മിസ് റാക്കൂൺ പറഞ്ഞു. ഐ ലേൺഡ് ഇറ്റ് ഫ്രം മൈ മദർ. ഞാൻ ഇത് എൻ്റെ അമ്മയിൽ നിന്നും പഠിച്ചതാണ്. ആൻഡ് ഷീ ലേൺഡ് ഇറ്റ് ഫ്രം ഹെയർ മദർ. അമ്മ അവരുടെ അമ്മയിൽ നിന്നും ആണ് അത് പഠിച്ചത്. ഇറ്റ് ഈസ് കോൾഡ് ദ കിസ്സിങ് ഹാൻഡ്. അതിൻ്റെ പേരാണ് ദ കിസ്സിങ് ഹാൻഡ്. മിസ് റാക്കൂൺ took Chester's left hand and spread his tiny fingers into a fan. മിസ് റാക്കൂൺ ചെസ്റ്ററിൻ്റെ ഇടത്തുകൈ എടുത്തു. എന്നിട്ട് അവൻ്റെ ചെറിയ വിരലുകൾ ഒരു വിശറി പോലെ വിടർത്തി. എന്നിട്ട് leaning forward, she kissed Chester right in the middle of his palm. എന്നിട്ട് എന്താ ചെയ്തേ? മുന്നോട്ട് ആഞ്ഞ് അവൾ ചെസ്റ്ററിൻ്റെ ഉള്ളം കൈയുടെ കൃത്യം നടുവിൽ ഒരു ഉമ്മ കൊടുത്തു. ചെസ്റ്റർ ഫെൽറ്റ് ഹിസ് മദേഴ്സ് കിസ് റഷ് ഫ്രം ഹിസ് ഹാൻഡ് അപ്പ് ഹിസ് ആം ആൻഡ് ഇൻ ടു ഹിസ് ഹാർട്ട്. ചെസ്റ്ററിന് ഇപ്പം എന്താ ഫീൽ ചെയ്തേ? അവൻ്റെ അമ്മയുടെ ഉമ്മ കൊടുത്തല്ലോ, കിസ് ചെയ്തു ഉള്ളം കൈയിൽ. അതിനത് ഫീൽ ചെയ്യുന്നത് എങ്ങനെയാണെന്നറിയോ? അവൻ്റെ കയ്യിലൂടെ, അവൻ്റെ ആമിലൂടെ, അതായത് കൈത്തണ്ടയിലൂടെ നേരെ ഹൃദയത്തിലേക്ക് ആ ഒരു ഫീല് പാഞ്ഞു കയറുന്നത് പോലെ റാക്കൂണിന് തോന്നി. ഈവൻ ഹിസ് സിൽക്കി ബ്ലാക്ക് മാസ്ക് tinkled വിത്ത് എ സ്പെഷ്യൽ വാംത്ത്. അവൻ്റെ മുഖത്തെ ആ സിൽക്കി ബ്ലാക്ക് മാസ്ക്, അതായത് കണ്ണിന് ചുറ്റുമുള്ളൊരു കറുത്ത ഭാഗം പോലും ഒരു സ്പെഷ്യൽ വാംത്ത് കൊണ്ട് തരിച്ചുപോയി. ടിങ്ക്ലഡ് എന്നാൽ തരിപ്പ് അനുഭവപ്പെടുക. Now she told Chester, whenever you feel lonely and need a little love from home, just press your hand to your cheek and think, Mummy loves you, Mummy loves you. എന്താ ഇതിനർത്ഥം? ഇനി അവൾ ചെസ്റ്ററിനോട് പറഞ്ഞു. അമ്മ പറഞ്ഞു, എപ്പോഴൊക്കെ നിനക്ക് ഏകാന്തത തോന്നുന്നുവോ, വീട്ടിൽ നിന്ന് കുറച്ച് സ്നേഹം വേണമെന്ന് തോന്നുന്നുവോ, അപ്പോഴൊക്കെ ഈ കൈ എടുത്ത് കവിളിൽ ചേർത്ത് വെച്ച് മമ്മി ലവ്സ് യു, മമ്മി ലവ്സ് യു എന്ന് പറഞ്ഞാൽ മതി. ആൻഡ് ദാറ്റ് വെരി കിസ് വിൽ ജംപ് ടു യുവർ ഫേസ് ആൻഡ് ഫിൽ യു വിത്ത് ടോസ്റ്റി വാം തോട്ട്സ്. അപ്പോൾ ആ ഉമ്മ തന്നെ നിൻ്റെ മുഖത്തേക്ക് ചാടും. നിൻ്റെ മനസ്സ് മുഴുവൻ ചൂടുള്ള സുഖമുള്ള ചിന്തകൾ കൊണ്ട് നിറയും. ടോസ്റ്റി വാം എന്നാൽ ചൂടോടെ സുഖമുള്ളത്. She took Chester's hand and carefully wrapped his fingers around the kiss. എന്നിട്ട് ചെസ്റ്ററിൻ്റെ അമ്മ എന്താ ചെയ്തതെന്നറിയോ? ഇങ്ങനെ ഉമ്മ വെച്ചിട്ടുള്ള ആ ഭാഗം അവൻ്റെ വിരലുകൾ ഉപയോഗിച്ച് റാപ്പ് ചെയ്ത് പിടിച്ചു, ഇങ്ങനെ അടച്ചു പിടിച്ചു. Now be careful not to lose it, she teased him. അതായത് അമ്മ പറയാണ്, കെയർഫുള്ളായിട്ട് ഇത് കൊണ്ട് നടക്കണം, ഒരിക്കലും ഇത് ലോസ് ആക്കരുത്, നഷ്ടപ്പെടുത്തരുത്. അങ്ങനെയും പറഞ്ഞ് വെറുതെ തമാശയ്ക്ക് അങ്ങനെ പറയാണ് അമ്മ. ബട്ട് ഡോണ്ട് വറി,
When you open your hand to wash after having food, I promise the kiss will stick. അതായത് പേടിക്കൊന്നും വേണ്ട, ഫുഡ് കഴിച്ചു കഴിഞ്ഞ് കൈ വാഷ് ചെയ്താൽ പോലും ആ കിസ് അവിടെ സ്റ്റിക്കായി ഒട്ടിപ്പിടിച്ച് അവിടെ തന്നെ നിന്നോളും. Chester loved his kissing hand. Now he knew his mother's love would go with him whenever he went, even to the school. ചെസ്റ്ററിന് അവൻ്റെ കിസ്സിങ് ഹാൻഡ് വളരെ ഇഷ്ടമായി. ഇപ്പോൾ അവന് മനസ്സിലായി അവൻ്റെ അമ്മയുടെ സ്നേഹം അവൻ എവിടെ പോയാലും കൂടെ ഉണ്ടാകും, സ്കൂളിൽ പോലും. That night, Chester stood in front of his school and looked thoughtful. അന്ന് രാത്രി ചെസ്റ്റർ അവൻ്റെ സ്കൂളിൻ്റെ മുന്നിൽ നിന്ന് ആലോചനയോടെ ഇങ്ങനെ നോക്കി നിന്നു. Suddenly, he turned to his mother and cried. Give me your hand, he told her. പെട്ടെന്ന് അവൻ അമ്മയുടെ നേരെ തിരിഞ്ഞ് ചിരിച്ചു. നിങ്ങളുടെ കൈ തരൂ, അവൻ അവളോട് പറഞ്ഞു. Chester took his mother's hand in his own and unfolded her large, familiar fingers into a fan. ചെസ്റ്റർ എന്താ ചെയ്തതെന്നറിയോ? അമ്മയുടെ കൈ അവൻ്റെ കയ്യിലെടുത്തു. എന്നിട്ട് അമ്മയുടെ വലിയ പരിചിതമായ വിരലുകളെ ഒരു വിശറി പോലെ വിടർത്തി വെച്ചു. Next, he leaned forward and kissed the center of her hand. അടുത്തതായി അവൻ മുന്നോട്ട് ആഞ്ഞ് അമ്മയുടെ ഉള്ളംകൈയുടെ നടുവിൽ ഉമ്മ വെച്ചു കൊടുത്തു. ഇത് തന്നെയാണ് അമ്മയും മുന്നേ ചെയ്തത്. അതുപോലെ തന്നെ ചെസ്റ്ററും ചെയ്തു. Now you have a kissing hand too, he told her with a gentle goodbye. ഇപ്പോൾ അമ്മയ്ക്കും ഒരു കിസ്സിങ് ഹാൻഡ് ഉണ്ട്. അവൻ ഒരു ജെന്റൽ ഗുഡ് ബൈയോടെ അവളോട് പറഞ്ഞു. I love you, Chester said as he turned and danced away. I love you, Chester പറഞ്ഞു. എന്നിട്ട് തിരിഞ്ഞു പോയി നൃത്തം ചെയ്തു. Miss Raccoon watched Chester scamper across a tree limb and entered the school. Miss Raccoon ചെസ്റ്ററിന് ഒരു മരക്കൊമ്പിലൂടെ ഓടി സ്കൂളിലേക്കും കയറുന്നത് നോക്കി നിന്നു. സ്കാമ്പർ എന്നാൽ പെട്ടെന്ന് ഓടുക. As the first bell of the new school year rang, she pressed her left hand to her cheek and smiled. പുതിയ സ്കൂൾ ഇയറിൻ്റെ ഫസ്റ്റ് ബെല്ല് അടിച്ചപ്പോൾ അതായത് അമ്മ അവളുടെ ഇടത്തെ കൈ കവിളിൽ ചേർത്ത് വെച്ച് പുഞ്ചിരിച്ചു. The warmth of Chester's kiss filled her heart with special words. Chester loves you. It sang, Chester loves you. ചെസ്റ്ററിൻ്റെ ഉമ്മയുടെ ചൂട് അവളുടെ ഹൃദയം സ്പെഷ്യൽ വാക്കുകളാൽ നിറച്ചു. എന്താണത്? ചെസ്റ്റർ ലവ്സ് യു. വീണ്ടും പാടി, ചെസ്റ്റർ ലവ്സ് യു. എന്താണ് ഈ സ്റ്റോറിയുടെ ഒരു സാരം? അമ്മയുടെ സ്നേഹമാണ് ചെസ്റ്ററിന് ധൈര്യം കൊടുത്തത്. ആ സ്നേഹം അവൻ അമ്മയ്ക്കും തിരിച്ചു കൊടുത്തു. പേടി ഉണ്ടാവുന്നത് സാധാരണമാണ്, പക്ഷേ സ്നേഹമുണ്ടെങ്കിൽ നമുക്ക് എന്തിനേയും നേരിടാം. അടുത്തതായിട്ട് നമുക്ക് പാഠഭാഗത്തിലെ ചില ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു, അതൊന്ന് പരിചയപ്പെടാം. ഫസ്റ്റ് വൺ, ചെസ്റ്റർ ഡസൻറ്റ് വാണ്ട് ടു ഗോ ടു സ്കൂൾ. വൈ? ആൻസർ, ചെസ്റ്റർ ഡസ് നോട്ട് വാണ്ട് ടു ഗോ ടു സ്കൂൾ because he wants to stay home with his mother, play with his friends and his toys, read his books and swing on his swing. Second question, if you were in Chester's place, what would you do? Answer, if I were in Chester's place, I would gladly go to school as I will then have the chance to make new friends and play different games. Next question, Chester's mother told him the old secret. What may be the secret? Answer, the secret is that of the kissing hand. She takes his left hand and spread his fingers into a fan and then kisses in the middle of the palm. Next question, how did Miss Raccoon help Chester overcome his fear? Answer, Miss Raccoon helped Chester overcome his fear by first kissing his left hand and then telling him that whenever he feels lonely and needs a little love from home, he should press his hand to the cheek and this means Mummy loves him, and the kiss she has given on his palm will jump to his face and fill him with warm thoughts. Next question, how did Chester feel when he kissed his mother?
Answer. When he kissed his mother, Chester felt very happy, and after saying he loved his mother, he danced away to school. Next question. Who are the main characters in the story? Answer. The main characters of this story are Chester Raccoon and his mother, Miss Raccoon. Second question. Which part of the story do you like the most? Why? Answer. The part of the story I like the most is when Chester kisses his mother's hand and tells her he loves her and dances away to school. I like it because it shows the changed attitude of Chester regarding his going to school, and it shows his love for his mother. കുറച്ച് ഗ്ലോസറി വേർഡ്സ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഡൗട്ട് ഉള്ളത് അതിൽ നോക്കി മനസ്സിലാക്കാം. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ ക്ലാസ് മനസ്സിലായി എന്ന് കരുതുന്നു. ക്ലാസ്സിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണേ. പുതിയൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.